31-39 ചെറിയ മാറിമറിയൽ ഉണ്ടാവുന്നു. ഈ സമയം അത്രയും ഏതാണ്ട് ഒരു ലെവലിൽ നിൽക്കുകയായിരുന്നു. ഇപ്പോൾ വോട്ടെണ്ണൽ തുടങ്ങി 10:42 ആകാൻ പോകുന്നു, 10:45 ആകാൻ പോകുന്നു. 2.25 മണിക്കൂർ പിന്നിടുമ്പോൾ ചെറിയ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നു. ആം ആദ്മി പാർട്ടി 31-ലേക്ക് ഉയരുന്നു, BJP 44-ൽ നിന്ന് 39-ലേക്ക് താഴ്ന്നു എന്നുള്ളതാണ്. ഇപ്പോഴും അവിടെ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. പല സ്ഥലങ്ങളും നേരത്തെ പറയുന്നത് പോലെ 3000-ൽ താഴെ വോട്ടിന് മാത്രം ഭൂരിപക്ഷമുള്ള 20 സ്ഥലങ്ങളാണ്, 20 സീറ്റാണ് 3000 വോട്ടിന് താഴെ BJP. ആപ്പ് അത് 15 പകുതി സീറ്റുകളും ലീഡ് നില 3000-ൽ താഴെയാണ്. അപ്പോൾ എന്തായാലും വളരെ ക്ലോസ് ഫൈറ്റ്, വളരെ ടൈറ്റ് ഫൈറ്റ്. എല്ലാവരും പെർഫോം ചെയ്ത ഒരു തെരഞ്ഞെടുപ്പ് ഉറപ്പായും പറയാം. അത് ആപ്പും BJP-യും കോൺഗ്രസും അതിന്റെ പ്രതിഫലനം കാണാനുണ്ട്. അപ്പോൾ അതിശക്തമായ പോരാട്ടം. എസ്കേൻ അല്പസമയം മുൻപാണ് ഈ ഒരു മാറ്റം ഉണ്ടാവുന്നത്. ആം ആദ്മി പാർട്ടി 27-ൽ 31-ലേക്ക് ഉയരുന്നു, BJP 44-ൽ 39-ലേക്ക്. 31-39 സീറ്റുകളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. 8 സീറ്റ് സംഭവിക്കാവുന്ന അവസ്ഥ വീണ്ടും ഡൽഹി അണ്ടർ സസ്പെൻസ്. ഞാൻ അങ്ങോട്ടൊന്ന് മാറി നിൽക്കുകയായിരുന്നു. ഒരു പ്രേക്ഷകൻ എഴുതി, കണ്ട ശ്രീകണ്ഠ മിണ്ടാണ്ടൊന്ന് നിന്നൂടെ, മിണ്ടാതൊന്ന് നിന്നാലോ മിഠായി ഒന്ന് തരാലോ. പുതിയ കവികൾ ഈ അഷ്ടമുടി ദിലീപ് കുമാർ വന്നതിന് ശേഷമാണ് പുതിയ കവികൾ ഇങ്ങനെ വരാൻ തുടങ്ങുന്നത്. കണ്ടില്ലേ? കണ്ട ശ്രീകണ്ഠ മിണ്ടാണ്ടൊന്ന് നിന്നൂടെ, മിണ്ടാതൊന്ന് നിന്നാലോ മിഠായി ഒന്ന് തരാലോ. അഷ്ടമുടി ദിലീപ് കുമാർ വേറെ പേരിൽ എഴുതിയതാണോ? അതെനിക്ക് സംശയം. ഞാൻ അതുകൊണ്ടൊന്ന് പുറകോട്ട് മാറിയുന്നത്. കാര്യം മിഠായി ഓക്കെ റെഡിയായി. അപ്പൊ ഞാൻ അങ്ങോട്ട് മാറി നിന്നപ്പോഴാണ് ഡൽഹി മാറി മറിഞ്ഞത്. ഈ മാറ്റം അവിടെ വേദി കെട്ടിയിട്ടുള്ള സ്ഥലത്ത് തന്നെയാണ് ആം ആദ്മി പാർട്ടിക്കാരുടെ ആഹ്ലാദ പ്രകടനം. അതൊന്ന് വലിയ സ്ക്രീനിൽ കാണിക്കൂ. 31 സീറ്റുമായിട്ട് തൊട്ട് പിന്നിലുണ്ട്. PCR അല്ലേ? അപ്പൊ 39 സീറ്റുകളിൽ BJP-യും 31 സീറ്റിൽ ആം ആദ്മി പാർട്ടിയും. വേദി ഇങ്ങനെ കിടക്കുകയാണ്, ഏത് സമയവും നേതാക്കന്മാരെ കാത്ത് അല്ലേ? 5-ാം റൗണ്ടിൽ ആപ്പ് നില മെച്ചപ്പെടുത്തി തുടങ്ങി. ആം ആദ്മി പാർട്ടി 30, BJP 40. അപ്പൊ 30-40. എന്നാലും അല്ലേ 30-40. എന്നാലും എസ്കെ നിന്നോണ്ട് ഇപ്പൊ 2.25 മണിക്കൂർ എസ്കെ 2.25 മണിക്കൂർ വേണ്ടി ഇനി ഒരു വലിയ മാറ്റം ഉണ്ടാവും. പക്ഷെ 5 റൗണ്ട് ആയിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. 8 റൗണ്ടുകൾ ബാക്കിയുണ്ട്. പല മണ്ഡലങ്ങളിലും ക്ലോസ് ഫൈറ്റ് നടക്കുന്നുണ്ട്. 3000 വോട്ട് താഴെ 2000 വോട്ട് ഭൂരിപക്ഷത്തിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ 500-600 വോട്ട് ഭൂരിപക്ഷത്തിൽ കുറേ എസ്കെ എന്താ കിട്ടി. 17 സീറ്റിൽ BJP 5000-ൽ കൂടുതൽ ഭൂരിപക്ഷമുണ്ട്. 8 സീറ്റിൽ ആപ്പിന് 1000-ൽ കുറവാണ്. മണിപ്പൂർ, സീമാപുരി, ന്യൂഡൽഹി സീറ്റിൽ കടുത്ത മത്സരം നടക്കുന്നുണ്ട്. ഇനി 60% വോട്ട് എണ്ണാനുണ്ട് സ്കേൻ. അപ്പൊ ചുമ്മാ അല്ല നിസാം കൊല്ലം പറയുന്നത് കേട്ടോ. ഇത് മിക്കവാറും ഹരിയാന ആവർത്തിക്കുമെന്ന്. ഒന്നും പറയാൻ പറ്റില്ല. ഹരിയാനെങ്കിൽ ഹരിയാന ഒന്നുമില്ല. ഇപ്പൊ ഏറ്റവും അവസാനം റിപ്പോർട്ട് കിട്ടുമ്പോൾ BJP 40 സ്ഥലത്തും ആം ആദ്മി പാർട്ടി 30 മണ്ഡലങ്ങളിലും ലീഡ് ചെയ്യുന്നു അല്ലേ? അപ്പൊ 30-40 കോൺഗ്രസിനൊന്നും. പിന്നെ BJP കുതിക്കുന്നു. കോൺഗ്രസ് കോൺഗ്രസ് അല്ലല്ലോ, നമ്മുടെ ആം ആദ്മി പാർട്ടി ആസ്ഥാനത്ത് നമ്മുടെ അച്യുതൻ എത്തിയിട്ടുണ്ട്. അച്യുത പ്ലീസ് കം. അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ആം ആദ്മി പാർട്ടി ആസ്ഥാനത്ത് ലേശം ആഹ്ലാദ ആരവം ഉണ്ട്. ഇപ്പോ പറയും. അച്യുതൻ അവിടെ ചെന്നു, കേജ്രിവാൾ പിന്നിലായി അല്ലെ എന്ന് പറയാൻ പറ്റത്തില്ല. പറയൂ. അല്പം മുൻപ് വരെ ഇവിടെ പ്രവർത്തകർ ഈ പാട്ടിനൊപ്പം താളം ചവിട്ടുകയായിരുന്നു. 100% जीतने वाले. BJP की झूठ की फैक्ट्री आज बंद होने वाली है, तो आम आदमी पार्टी का रेवड़ी की फैक्ट्री फिर से खुल रही है. अभी BJP लीड कर रहे हैं. अभी फिलहाल तो ना लीड कर रही है, लेकिन आगे देखिए आम आदमी पार्टी हमारा जो मेजोरिटी जो है मेजोरिटी मार्क 39. അച്യുതോ അവിടെ പറഞ്ഞേ ആപ്പിന് 39 പറഞ്ഞാല് ഒരു ചെറിയ കുളിര് കേട്ടോ. ചെറിയ കുളിര് പറഞ്ഞു അദ്ദേഹത്തോടൊന്ന് പറഞ്ഞാൽ ഹിന്ദി പറയണം കേട്ടോ. പ്രവർത്തകർ ആത്മവിശ്വാസത്തിലാണ് ഹാഷ്മി. ഇനിയും എണ്ണി തീർക്കാനുണ്ട്. അപ്പോൾ ആം ആദ്മി അധികാരത്തിൽ വരും. BJP അതായത് അവര് പറയുന്നത് ജൂട്ട് കള്ളം 36. 6 സീറ്റ്. അച്യുത പറഞ്ഞു. അച്യുതൻ ഇടയ്ക്ക് ഞെട്ടും കേട്ടോ. അല്ല അച്യുതൻ വിചാരിക്കുന്നത് എന്ത് ഭ്രാന്തന്മാരാണ് അല്ലേ? ചിലപ്പോ വിചാരിക്കും അങ്ങനെ. ഓക്കെ, അതിനിടയ്ക്ക് സിജു ഒരു ചോദ്യം ചോദിക്കുന്നു കേട്ടോ. ഒന്നും പക്ഷേ മാറി പറഞ്ഞേക്ക്. ഹരിയാനയിൽ നമ്മൾ
അതെ, നമ്മൾ ഹരിയാന തെരഞ്ഞെടുപ്പ് ഫലം നമ്മൾ കണ്ടതാണ്. തുടക്കത്തിലുള്ള ട്രെൻഡുകളെല്ലാം മണിക്കൂറുകൾ പിന്നിട്ടപ്പോൾ മാറി മറിഞ്ഞുകൊണ്ട് BJP അധികാരത്തിലേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഇത്തവണ അത് ആം ആദ്മിക്ക് അനുകൂലമാകുമോ? അതായത് ഈ കാണുന്ന ഫിഗറെല്ലാം മാറി ആം ആദ്മിക്ക് അനുകൂലമാകുന്ന തരത്തിലേക്ക് വരുമോ? ഇവിടെ ഈ എൻ്റെ പിന്നിൽ കാണുന്ന ആ സ്റ്റേജിൽ ക്രമീകരിച്ചിരിക്കുന്നത് അവിടെ അതിൽ ഈ മാറുമ്പോൾ, അതായത് അക്കങ്ങൾ മാറുമ്പോൾ ഇവിടെ ആം ആദ്മി പ്രവർത്തകരുടെ ആഹ്ലാദ പ്രകടനമാണ് നമ്മൾ ഈ കാണുന്നത്. ഓരോ അക്കത്തിനും അവർ വളരെ വലിയ സന്തോഷമാണ് പങ്കിടുന്നത്. നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുന്നത്, അവർ പ്രതീക്ഷയിലാണ്. കേജ്രിവാൾ ഇവിടെ വീണ്ടും അധികാരത്തിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയിലാണ് അവരിവിടെ ഉള്ളത്. എന്തായാലും ഈ കാണുന്ന നമ്പറിൽ എന്തും സംഭവിക്കാം. ഇവിടെ ഓരോ അക്കം കുറയുമ്പോഴും ഇവിടെ ആഹ്ലാദം കൂടുകയാണ്. പാട്ട് വീണ്ടും കേജ്രിവാൾ വരും എന്ന അർത്ഥത്തോടു കൂടിയുള്ള ഗാനം ഇവിടെ പ്ലേ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ പരാജയപ്പെടും എന്നൊരു ചിന്ത അവർക്കില്ല. വീണ്ടും വിജയിച്ച കേജ്രിവാൾ തന്നെ മുഖ്യമന്ത്രിയായി വരും എന്ന ഒരു പ്രതികരണം തന്നെയാണ് ഇവിടുത്തെ പ്രവർത്തകരിൽ നിന്ന് ലഭിക്കുന്നത്. പക്ഷേ നമുക്കിപ്പോഴും തീർച്ചപ്പെടുത്താനായിട്ടില്ല. പലയിടത്തും 13, 12, 10 റൗണ്ടുകളിൽ ഇതുവരെ വീണ്ടും മാറി 30-40 BJP 40. അതിനിടയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. രാജീവ് യൂട്യൂബ് കമന്റ് പറയുന്നു, 24 പറയുന്ന കേട്ടാ തോന്നുന്നില്ല ഇനി എണ്ണാനുള്ള വോട്ടെല്ലാം ആം ആദ്മി പാർട്ടിയുടെയാണ്. അങ്ങനെയല്ല, കാരണം വോട്ടെണ്ണുമ്പോ ഇനി ഇപ്പൊ 30-40. ഓക്കെ, താങ്ക് യു. നിലവിൽ എണ്ണിയ വോട്ടുകളിൽ BJP കിട്ടിയത് 49%, ആം ആദ്മി പാർട്ടിക്ക് 44%, കോൺഗ്രസിന് 5% കിട്ടിയത്. കോൺഗ്രസ് കഴിഞ്ഞ 4%-ൽ നിന്നും ഇപ്പോ ഇതുവരെ എണ്ണിക്കഴിഞ്ഞ വോട്ടുകൾ 1% കൂടുന്നുണ്ട്. BJPക്ക് 49-44 എന്ന് പറഞ്ഞാൽ 5% വോട്ട് ഡിഫറൻസ് പറഞ്ഞാൽ മാസീവ് വോട്ട് ഡിഫറൻസ് ആണ്. അത് വലിയ വലിയ സീറ്റ് ഡിഫറൻസ് ഉണ്ടാക്കേണ്ടതാണ്. നമുക്കറിയില്ല എന്താവും എന്നുള്ള കാര്യം. പക്ഷേ ഇപ്പോഴും ആറാം റൗണ്ടിലേക്ക് എത്തുമ്പോഴേക്കും 10 സീറ്റ് ഡിഫറൻസ് ആണ് ആറാം റൗണ്ട്. ഏതാണ്ട് പപ്പാതി ഇപ്പോഴും പിന്നിലാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ പോലും ബാധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും ഉറപ്പായും. എന്ന് പറഞ്ഞാൽ അവിടെ തോൽക്കുക എന്ന് പറഞ്ഞാൽ അരവിന്ദ് കെജ്രിവാൾ അത് താങ്ങാവതല്ല. എന്ന് പറഞ്ഞാൽ അരവിന്ദ് കെജ്രിവാൾ മാത്രമല്ല, ആം ആദ്മി പാർട്ടിക്കും അരവിന്ദ് കെജ്രിവാളിന്റെ തോൽവി ആരോഗ്യാവസ്ഥ ഇപ്പോഴും പാർട്ടിക്കില്ല. ജംഗ്പുരയിൽ ഇപ്പൊ മനീഷ് സിസോദിയ പിന്നിലാണെന്ന് വാർത്ത വരുന്നു. ജംഗ്പുരയിൽ മനീഷ് മാറിക്കളിക്കുക. ഇപ്പൊ പിന്നിൽ നമ്മുടെ ഒരു ഘട്ടത്തിൽ കെജ്രിവാൾ മുന്നിൽ വന്നു, സിസോദിയ മുന്നിൽ വന്നു. ഇവർക്കൊക്കെ ഹൃദ്രോഗ പ്രശ്നം ഉണ്ടാവും അല്ലേ? ഈ പ്രിയങ്ക ഗാന്ധി ഈ തെരഞ്ഞെടുപ്പിനെ പറ്റി, റിസൾട്ടിനെ പറ്റി അറിയില്ല എന്ന് പറഞ്ഞല്ലോ. അത് നാഷണൽ മീഡിയ കാണിക്കുന്ന പ്രിയങ്ക ഗാന്ധി ഡോണ്ട് നോ ദ റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് പ്രിയങ്ക ഗാന്ധിയെ പരിഹസിക്കുന്ന ചില വാർത്തകൾ വരുന്നുണ്ട്. സൂത്രശാലിയായി മാറി ഇരിക്കുമ്പോഴും വരും. ഇതൊക്കെ പ്രതികരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല കോൺഗ്രസിനെ സംബന്ധിച്ച്. നാഷണൽ ലീഡറായ പ്രിയങ്ക ഗാന്ധി ഫ്ലൈറ്റിൽ സഞ്ചരിക്കുമ്പോൾ അറിയാതിരിക്കുന്നില്ല സംഭവിക്കുന്നതൊക്കെ അവരറിയും. അതാണല്ലോ അവർ നേതാവ് നമ്മൾ അനുയായിയായി മാറുന്നത്. അല്ലെ നമ്മൾ നേതാവാണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാന റിപ്പോർട്ട് കിട്ടുമ്പോൾ ഡൽഹിയിൽ ആകെയുള്ള സീറ്റുകൾ 70, BJP 40, ആം ആദ്മി പാർട്ടി 30.